കേരള ഗവർണർ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്ന കാലത്ത് ഗവർണർ സർക്കാർ ബന്ധം അത്ര സുഖകരമായിരുന്നില്ല. ഗവർണർ സർക്കാർ പോര് ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ മുന്നണിയിലെ വിദ്യാർത്ഥി സംഘടനയായ SFIയും ഒരുപോലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കരിങ്കൊടി കാണിച്ചും തെരുവിലിറങ്ങി സമരം ചെയ്തും SFI ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിച്ചിരുന്നു. അങ്ങനെ നേരിട്ടും വാക്പോരിലൂടെയും ഏറെക്കാലം നിലനിന്നിരുന്ന ഗവർണർ സർക്കാർ പോര് ഒടുവിൽ ഗവർണറുടെ സ്ഥാനമാറ്റത്തോടെ അവസാനിച്ചിരുന്നു. എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോയപ്പോൾ എന്നാൽ അടുത്തതായി എത്തുന്ന ഗവർണർക്ക് സർക്കാരിനോടുള്ള സമീപനം എപ്രകാരമായിരിക്കുമെന്ന ചർച്ചകൾ സജീവമായിരുന്നു. പുതിയ കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചുമതലയേറ്റതു മുതൽ സർക്കാരിനോടും കേരള മുഖ്യമന്ത്രിയോടും മുൻ ഗവർണറെ പോലെ അല്ലാതെ വളരെ നല്ല സമീപനമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയനെ അംഗീകരിക്കുന്നു എന്നതിന് തെളിവാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാനത്തെയും പുകഴ്ത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സംസാരിച്ചിരിക്കുന്നതിലൂടെ വ്യക്തമായിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കേരളത്തെപ്പറ്റി കൃത്യമായ ദീർഘവീക്ഷണമുണ്ടെന്നും വികസിത കേരളമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നും പറഞ്ഞ ഗവർണർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത് ഭാരതം വികസിത കേരളം ഇല്ലാതെ സാക്ഷാത്കരിക്കാനാകില്ലെന്നും അഭിപ്രായപ്പെട്ടു. കേരളത്തെക്കുറിച്ചോർത്ത് അഭിമാനമാണ് ഉള്ളതെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറയുകയുണ്ടായി. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന പരേഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. ഭിന്നതകൾക്കിടയിലും കേരളത്തിന്റെ വികസനത്തിനായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണമെന്നും ഗവർണർ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വിവിധ മേഖലകളിൽ നമ്മുടെ സംസ്ഥാനം വികസിച്ചു. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്ന് സംസ്ഥാനത്തെ മികവുറ്റതാക്കാൻ പരിശ്രമിക്കണം. ഒന്നിച്ചു നിന്നാലേ വികസിത ഭാരതത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. കേരളത്തിന്റെ ഗവർണർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഞാൻ മറ്റുള്ളവരോട് പറയും, എൻ്റെ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമാണെന്ന്. കേരളത്തെക്കുറിച്ചോർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. കേരളത്തിന്റെ നേട്ടത്തിൽ എനിക്ക് പങ്കില്ല. അത് ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെയും ഭരണകർത്താക്കളുടെയും പ്രതിപക്ഷത്തിന്റെയും പരിശ്രമത്തിന്റെ ഫലമാണ്. കേരളം മുന്നോട്ട് കുതിക്കുന്നതിന്റെ കാരണം അതാണ്. ഒട്ടനവധി സൂചികകളിൽ കേരളം രാജ്യത്തെക്കാളും മുന്നിലാണ്. ഇന്നത്തെ ദിവസം ആത്മപരിശോധന നടത്താനുള്ളത്. സിംഹത്തെ കാട്ടിലെ രാജാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുമ്പോഴും സിംഹം പിന്നോട്ട് തിരിഞ്ഞു നോക്കും. എത്ര ദൂരം മുന്നോട്ട് വന്നുവെന്ന് മനസ്സിലാക്കാനാണ് സിംഹം അങ്ങനെ ചെയ്യുന്നത്. കേരളത്തിലെ ജനങ്ങൾ ശ്രേഷ്ഠരാണ്. അവർ സിംഹങ്ങളെ പോലെയാണ്. എത്ര ദൂരം പിന്നിട്ടുവെന്നും ഇനി എത്ര മുന്നോട്ട് പോകണമെന്നും നാം സ്വയം വിലയിരുത്തണം. നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയാണ്. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് നാം കുതിക്കുകയാണ്. അടുത്ത 25 വർഷത്തിൽ നേടേണ്ടതിനെക്കുറിച്ച് നാം ചിന്തിക്കണം. കേരളം ഒട്ടും പിറകിലല്ല, മുന്നോട്ട് കുതിക്കുകയാണ് കേരളം. മുഖ്യമന്ത്രി പിണറായി വിജയന് കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. വികസിത കേരളം ഇല്ലാതെ വികസിത ഭാരതിന് മുന്നോട്ട് പോകാനാവില്ല. മുഖ്യമന്ത്രിക്ക് അതേപ്പറ്റി വ്യക്തമായ ധാരണയുണ്ട്. ഭിന്നതകൾക്കിടയിലും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാമെന്നാണിത് സൂചിപ്പിക്കുന്നത്. നമ്മൾ യന്ത്രങ്ങളല്ല, സാധാരണ മനുഷ്യരാണ്. ഭിന്നതകൾ സ്വാഭാവികമാണ് എന്നും ഗവർണർ വ്യക്തമാക്കി. എന്തായാലും ഗവർണറുടെ ഈ വാക്കുകൾ സംസ്ഥാനത്തോടും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടുമുള്ള സമീപനമാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്.